doesn't shout, but it whispers truth. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു ക്രൈം സീനിൽ കിട്ടുന്ന ബേസിക് എവിഡൻസുകൾ നമ്മൾ അത് എന്തൊക്കെ ഫൈൻഡ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ്. സോ നമ്മൾ ബേസിക് ആയിട്ട് ഒരു ക്രൈം സീനിൽ എന്തൊക്കെയാണ് കാണുക? ഫുഡ് പ്രിൻറ്റ്സ്, ബ്ലഡ് സ്റ്റെയിൻസ്, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ്സ്, പിന്നെ സം കൈൻഡ് ഓഫ് ഫൈബേഴ്സ് ഓർ ഹെയർ സ്റ്റാമ്പ്സ്. ഇതൊക്കെ നമ്മളെ എങ്ങനെ എന്തൊക്കെ ഫൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ബ്ലഡ് സ്റ്റെയിൻസ് വെച്ചിട്ട് നമ്മൾക്ക് ഒരു അറ്റാക്ക് നടന്നത് ഏത് ഡയറക്ഷനിൽ നിന്നാണ്, അതിൻ്റെ അറ്റാക്ക് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ലൈക്ക് ആ സ്പീഡ് ഓഫ് ഇമ്പാക്റ്റ്, പിന്നെ എത്ര ഹൈറ്റ് ഓഫ് ദി അറ്റാക്കർ, അതുപോലെ അബൌട്ട് ദി വെപ്പൺ. നമുക്ക് ഇപ്പം കത്തി കൊണ്ട് കുത്തുവാണോ അതോ ചുറ്റിക കൊണ്ട് തലക്കടിക്കുവാണോ, ലൈക്ക് അതുപോലെ നമ്മൾക്ക് ആ വെപ്പൺ, എന്ത് വെപ്പൺ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യാൻ അവർ നോക്കിയെന്നുള്ളത് നമുക്ക് ആ ബ്ലഡിൻ്റെ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ ഫിംഗർ പ്രിൻറ്റ്, ഇറ്റ്സ് ലൈക്ക് വി പോലെ ഫുട് പ്രിൻറ്റ് ടെൽസ് ഹൗ മെനി പീപ്പിൾ വെർ പ്രസൻറ്റ്, വെദർ ദേ വർ റണ്ണിങ് ഓർ വാക്കിംഗ്, അതുപോലെ വെയ്റ്റ് ഓഫ് ദി സസ്പെക്ട് എക്സെട്ര. അതുപോലെ വൈപ്പ് ദി സർഫസ് ബട്ട് യു വിൽ നെവർ എറൈസ് ദ ഫിംഗർ പ്രിൻറ്റ് കംപ്ലീറ്റ്ലി. അതുപോലെ ഹെയർ സ്ട്രാൻഡ്സ് ഓർ ഫൈബേഴ്സ്, അത് രണ്ടും നമ്മളുടെ സസ്പെക്ട് ഓർ വിക്ടിമിനെ തമ്മിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ that will connect with some other locations or something that will very helpful in the investigation. So yeah, ഇതാണ് അപ്പം ബേസിക് ആയിട്ടുള്ള ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന എവിഡൻസുകളുടെ ഒരു യൂസ്, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം അതിന്. സോ ഇതുപോലത്തെ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഫോറൻസിക് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയുള്ള ബൈ.